2020 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അനുഭവം വർഷിച്ചു. ഒരു നിമിഷം കൊണ്ട് ഒരു നഗരം പൂർണ്ണമായും നശിച്ചു. ലക്ഷക്കണക്കിന് നിരപരാധികൾ ജീവനൊടുക്കി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം വാണികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഓരോ ഭാരതീയയും സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിനമാണ്. ഏറെ നാളുകൾ സ്വാതന്ത്ര്യം ലഭിക്കാതെ നമുക്ക് വേണ്ടി പോരാടിയ ഒട്ടനവധി സമര നേതാക്കളുടെ മുമ്പിൽ നമുക്ക് റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ആദ്യത്തെ വനിതയിൽ സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരനായിരുന്നു. സ്വാതന്ത്ര്യ പോരാളിയായിരുന്നു. ഇന്ത്യയിൽ പട്ടാളക്കാർ ദേശീയമായ ഗാന്ധിജി ധരിച്ച മാനവ സൗഹാർദ്ദം എന്ന പാതയാണ് സമൂഹത്തിൽ പിന്തുടരുന്നത്. ചിഹ്നം 1 കേവലം കർഷക ദിനത്തിന്റെ പരിപാടികളിൽ ഒതുങ്ങിപ്പോകാതെ കൃഷി എന്ന മഹത്തായ മാനവ ജീവന തത്വം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമസ്കാരം, ഞാൻ യാസി. ഞാൻ ഒരു കൃഷിക്കാരനാണ്. കൃഷി ചെയ്യാൻ സന്തോഷം നമുക്കുണ്ടാകും. എന്ത് കൃഷി ചെയ്താലും നമുക്ക് ദൈവാനുഗ്രഹം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാം. വീട്ടിൽ 2 പച്ചക്കറി, ഒരു കുമ്പളങ്ങിയ, ഒരു വെണ്ടയ്ക്കോ ഈ സ്കൂളിൽ നിന്നുള്ള സമയത്ത് കൃഷി ചെയ്ത് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ. നിലവി മറിഞ്ഞ് കിടക്കണേ വരമ്പിൻ കുയി കിടന്ന നമ്മുടെ കുയ്യൽ നിലവി തെളിഞ്ഞടി കന്നിക്കുള്ള കറുമ്പം പുള്ളിയും നിലവി മറിഞ്ഞ് കിടക്കണേ. സംസ്കൃതം സരസഭാഷാ സംസ്കൃതം സരസ സരള മനോജ്ഞ മംഗളദേവ ഭാഷാ സംസ്കൃതം മധുര ഭാഷാ സംസ്കൃതം മൃദുല ഭാഷാ സംസ്കൃതം മൃദുല മധുര മനോഹരാമൃതതുല്യ ഭാഷാ സംസ്കൃതം.